4-5 ദിവസത്തെ ശക്തമായ മഴയ്ക്ക് ശേഷമുള്ള ഒരു തെളിഞ്ഞ ദിവസം. നേരെ പോയത് മഴയ്ക്ക് തൊട്ടു മുമ്പുള്ള ദിവസം പടർന്നു പന്തലിക്കാൻ വല കെട്ടിക്കൊടുത്തില്ലേ ആ പാഷൻ ഫ്രൂട്ടിന്റെ ചുവട്ടിലേക്കാണ്. ചെടിയൊന്ന് വലിച്ചു കെട്ടി നിർത്തണം, പിന്നെ അതിന്റെ ചുവട് കൂടി വൃത്തിയാക്കണം. അതായിരുന്നു ഉദ്ദേശ്യം. കൂട്ടത്തിൽ കുറച്ച് വളം കൂടി ഇട്ട് കൊടുത്തു. ഇത് വല കെട്ടിയ ദിവസം തന്നെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ മഴ സമ്മതിച്ചില്ല. പറമ്പിൽ മുഴുവൻ മരങ്ങളായതുകൊണ്ട് വലയുടെ മുകളിൽ എപ്പോഴും കൊച്ചു കൊച്ചു മരക്കഷ്ണങ്ങൾ വീഴും. അതെല്ലാം ഒന്ന് ഒഴിവാക്കി കൊടുത്ത് നേരെ വന്നത് അടതാപ്പിന്റെ അടുത്തേക്കാണ്. അവിടെ കയറ് വലിച്ചു കെട്ടാൻ പറ്റിയ മരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആദ്യം ഒരു വലിയ കമ്പ് കുഴിച്ചിട്ട് പേരയുമായി കൂട്ടിക്കെട്ടിയിരുന്നു. പക്ഷേ ആ കമ്പധികം നിലനിന്നില്ല. പിന്നീട് കമ്പിന് പകരം കമ്പി കുഴിച്ചിട്ട് കൊടുത്തു. നല്ല ആഴത്തിലാണ് കുഴിച്ചിട്ടതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇയാൾക്കൊരു ചായ്വാണ്. ആറ്റും തീരത്തെ നീർവാഴ്ചയുള്ള മണ്ണായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് തോന്നുന്നു. തൽക്കാലം മെറ്റൽ വെച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ശരിയായിട്ടില്ല. മഴ കഴിഞ്ഞിട്ട് കയറ് വെച്ച് വലിച്ച് മറ്റേതെങ്കിലും മരത്തിൽ കെട്ടിക്കൊടുക്കണം. അപ്പോൾ അത് ചെടികളുടെ ഇടയിൽ അവഗണനയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മുന്തിരിച്ചെടിയെ കണ്ടു. ആൾക്ക് ഈ പരിസരമൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ട ലക്ഷണമില്ല. 2 മാസമായ മുതല നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? അടുത്ത് നിൽക്കുന്ന ചെടികളെയൊക്കെ ഒന്ന് കോതി മുന്തിരിച്ചെടിക്ക് ഡോളമേറ്റും ഇട്ട് ഒരു താങ്ങും കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇനിയും കയറി വന്നില്ലെങ്കിൽ ഒരു വീട്ടിലെ എല്ലാവരും ഒരുമിച്ച് നന്നായ ചരിത്രമില്ലല്ലോ എന്നങ്ങ് സമാധാനിക്കാം. അങ്ങനെ മഴയുടെ കണക്കുകൾ ഒരു വശത്തൂടെ അവസാനിപ്പിച്ചു വന്നപ്പോഴാണ് പട്ടികളുടെ കുഴികുത്തിക്കണക്ക്. ചെറുധാന്യങ്ങളുടെയും ചീനിക്കമ്പിന്റെയും ഇട നന്നായി കുഴിച്ചു വെച്ചിട്ടുണ്ട്. പരിഹാരമായി മണ്ണ് വെട്ടി കൂട്ടിയിട്ട് ഓടും കഷ്ണങ്ങൾ ചുവട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ അവർ കുഴികുത്തില്ല. അടുത്ത ദിവസം അറിയാം എവിടെയൊക്കെ അടുത്ത തുരങ്കമുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്.